അപ്പോൾ തൊപ്പി ഷാജഹാൻ ഇഷ്യൂ ക്ലോസ് ആവുകയാണെന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയ മാതിരിയാണ് കോംപ്രമൈസില്. പക്ഷെ ആ കിക്ക് ഞാൻ ഓൾറെഡി കിക്കിലാണ് ഇതായിക്കളെ. ഹലോ ഗൈസ്, അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്ന ഷാജഹാൻ തൊപ്പി ഇഷ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇത്ര ഇൻറ്റൻസീവായിട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതാ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന രണ്ട് വാഴകളാണ്. ഓക്കെ, ഈ നീലത്തവളയും ആ പച്ച അതിട്ടിട്ടുള്ള സംഭവം അവനുമാണ് ഈ ഒരു പ്രശ്നത്തിന് ഇത്രയും കാരണം എന്ന് പറയും. മെയിൻലി നീലത്തവളയാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഷാജഹാൻ തൊപ്പി ഇഷ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടായി. ഓക്കെ, അതൊരു എന്താ പറയുക, അവർ തന്നെ പിന്നീട് ഷാജഹാൻ പറഞ്ഞു ഓക്കെ നമ്മൾ തമ്മിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എല്ലാം സോൾവ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. എങ്കിലും ഈ നീലത്തവള പറയുന്നത്, അതായത് എന്താ അൻഷിഫ് മോണിക്കലല്ലേ പുള്ളിയുടെ പേര്, പുള്ളി പറയുന്നത് അയ്യോ അത് പറ്റൂല, അവൻ അങ്ങനത്തെ ഒരാളാണ്. വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, ഈ ഒരു കാര്യത്തിൽ വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഒന്ന് കത്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിന് പുറകിലുള്ളൊരു കാര്യമുണ്ട്. അതായത് ഈ ഷാജഹാൻ എന്ന് പറഞ്ഞ പുള്ളിക്ക് ഏകദേശം 1 മില്യൺ അതിന് പുറത്ത് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തു, അദ്ദേഹത്തെ അൺഫോളോ അടിച്ചു പോയി. അപ്പോൾ അദ്ദേഹത്തിന് നഷ്ടമൊന്നും ആണെന്ന് പറയാനായിട്ട് ഒരുപാട് ഫോളോവേഴ്സ് പോയി. പക്ഷേ അൻഷിഫ് മോണിക്കൽ എന്ന് പറയുന്ന ഒരു പുള്ളി ഏകദേശം 1.5 ലക്ഷം എന്തോ ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പുറകെ കൂടെ എന്ത് ചെയ്യാം, മാക്സിമം ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും കൂട്ടുക എന്നതാണ് ഈ ഒരു പുള്ളിയുടെ ഒരു ഇതെന്ന് പറയുന്നത്. അതായത് ഈ ഷാജഹാൻ ഇതിൽ കരുവാക്കിക്കൊണ്ട് മാക്സിമം എന്ത് ചെയ്യുക, മാക്സിമം എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെയാണ് ആ സൈഡിൽ ഇരിക്കുന്ന മറ്റേ പുള്ളി ചുങ്കത്തറയോ എന്തോ ഒരു പേരുണ്ടല്ലോ പുള്ളിക്ക്, എന്തോ ഒരു പേര്. ഓക്കെ, ആ പേര് ഞാൻ മറന്നു. അപ്പോൾ തൊപ്പിയുടെ ലൈവ് കണ്ട ടൈമിൽ ഈ പുള്ളി അവിടെ വരുന്നുണ്ട്. ഓക്കെ, എന്നെ മറസട്ട് ഗ്യാങ്ങിൻ്റെ 10th മെമ്പറാക്കി എടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് എന്താ പറയുക, പുള്ളി അവിടെ നടന്നു, ഞാൻ ഇത്ര കിലോമീറ്റർ നടന്നു വരുന്നുണ്ട്, ഓക്കെ എത്രത്തോളം എഫേർട്ട് ഇട്ടാണ് ഞാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഇമോഷണലി വലിയൊരു ഡ്രാമ തന്നെ ഈ പുള്ളി കളിക്കുന്നുണ്ട്. പക്ഷേ ഈ തൊപ്പി ഷാജഹാൻ ഇഷ്യൂ വന്ന ടൈമിൽ ഈ പുള്ളി ആരുടെ ഗ്യാങ്ങിലേക്കായി, ഷാജഹാൻ്റെ ഗ്യാങ്ങിലേക്ക് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, തൊപ്പി വളരെ മോശമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്കെല്ലാം മനസ്സിലാകും തൊപ്പി വളരെ ഇതായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു പ്രോബ്ലം വരാൻ പാടില്ല, നിങ്ങളുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഇടയിൽ നിങ്ങൾക്ക് ഇത് വരാൻ പാടില്ല എന്നും വളരെ മാന്യമായ രീതിക്കാണ് പറയുന്നത്. പക്ഷേ ഈ ഡബിൾ ഡാഡി ഡിസോർഡർ ഉള്ള ഇവൻ ചെയ്യുന്നത് വളരെ എന്താ പറയുക, നമുക്ക് കണ്ട കർണക്കുറ്റി അടിച്ച് പൊളിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഇതാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ അയ്യോ ഞാൻ അങ്ങനെ ചെയ്തതിൽ തൊപ്പി വളരെ മോശമാണ്, എന്നെ ട്രീറ്റ് ചെയ്തു ഇങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലൈവ് കണ്ട ആൾക്കാർക്കെല്ലാം കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ഷാജഹാൻ ഫാൻസിനോട്, അതായത് ഷാജഹാനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഓക്കെ ഇപ്പോൾ നിങ്ങളൊരു ഗ്യാങ് ഇപ്പം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് PSG എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് PSG ഷാജഹാൻ എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ കണ്ടത്. ഓക്കെ, ഞാൻ വിചാരിച്ചു പുള്ളി PSG എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും പേര് മാറ്റിയതായിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയൊരു ഗ്യാങ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, MRZ പോലെ ഒരു ഓപ്പോസിറ്റ് ഗ്യാങ്. ഓക്കെ, അങ്ങനൊരു ഗ്യാങ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, PSG ഷാജഹാൻ. ഓക്കെ, അപ്പോൾ അതിനകത്ത് തന്നെ ഒരുപാട് മെമ്പേഴ്സൊക്കെ ആയിട്ട് 4-5 മെമ്പേഴ്സും അതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഊറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവന്മാരൊക്കെ നിൽക്കുന്നത്. ഇവന്മാർക്ക് എങ്ങനെയെങ്കിലും മാക്സിമം റീച്ച് ഉണ്ടാക്കണം. ആ ബേഗിരിക്കുന്നല്ലോ മറ്റേ തലയിൽ കൂടെ തട്ടുവിട്ട ഒരുത്തൻ. ഓക്കെ, അവനെ സംബന്ധിച്ച് എന്താണ്, മാക്സിമം എങ്ങനെയെങ്കിലും കുറച്ച് ഫെയിം ഉണ്ടാക്കിയെടുക്കുക, അതിനുള്ളൊരു വഴി മാത്രമാണ്. നാളെ ദിഗ്ലകൾ വലിയൊരുത്തൻ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ കാലി വരും, അതിന് യാതൊരുവിധ മാറ്റവും ഇല്ല. ഓക്കെ, അപ്പോൾ എനിക്ക് വ്യൂവേഴ്സിനോട് അല്ലെങ്കിൽ ഷാജഹാൻ്റെ തൊപ്പിയുടെ ഫാൻസിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഇഷ്യൂ എന്താണ്, അവർ തമ്മിൽ ഏകദേശം പറഞ്ഞൊരു തീർത്തൊരു സംഭവമാണ്. ഓക്കെ, ഇപ്പോൾ ഷാജഹാനെ സംബന്ധിച്ച് നിങ്ങൾ ആ പുള്ളിയുടെ വീഡിയോസോ അങ്ങനത്തെ അതിൽ ലൈവൊക്കെ കാണുമ്പോൾ പുള്ളി ഏകദേശം എന്താണ്, ഓക്കെ എനിക്കങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല, അത് കഴിഞ്ഞു, ഓക്കെ അങ്ങനത്തെ രീതിയിലാണ്. പക്ഷേ ഈ പുള്ളിയുടെ കീഴിലുള്ള ഈ 2-3 ഉണ്ട്. ഓക്കെ, ഇവരാണ് എന്ത് ചെയ്യുന്നത്, അടി കൂടെ വീണ്ടും എരികേറ്റി എന്ത് ചെയ്യുന്നത്, വീണ്ടും ഈ ഒരു പ്രോബ്ലത്തിൽ വീണ്ടും വലിച്ചു നീട്ടുന്നു. അപ്പോൾ ഷാജഹാൻ തന്നെ പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഇനി ഇതിൽ കൂട്ടുന്നില്ല, നീ ഇറങ്ങിപ്പോടാന്ന് അൻഷിഫിനോട് പറയുന്നുണ്ട്. പുള്ളിക്ക് എന്താ പറയുക, കാണ്ടാമൃഗത്തിൻ്റെ തൊലിയല്ലേ, ഒരു ഇതുമില്ല, എന്ത് പറയാനാണ്. ഇപ്പോൾ ഷാജഹാനോട് ഇപ്പോൾ അഥവാ ഷാജഹാൻ കാണുന്നുണ്ട് എങ്കിലും ഷാജഹാനോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ മണ്ടന്മാരെയൊക്കെ എന്താ എപ്പിടിച്ച് നിങ്ങൾ പുറത്താക്കി എടുത്ത് കളഞ്ഞിട്ട് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ലൈവിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാങ്ങിലേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ലൈവ് കുറേ കൂടെ ആക്റ്റീവ് ആക്കുക. അങ്ങനെ ചെയ്താൽ എന്താണ്, അല്ലാതെ ചുമ്മാ ഈ പ്രോബ്ലംസ് തന്നെ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോയിൻ്റ് എത്തുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് എന്ത് ചെയ്യും, ഉറപ്പായിട്ട് ആൾക്കാർ
നിങ്ങളെ ഹേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതൊരു ബിസിനസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യണം, അവരുടെ ഫെയിമിന് വേണ്ടിയിട്ട് നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു അഭിപ്രായം ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെന്താ, പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അൻഷിഫ് മൂണിക്കൽ എന്ന് പറയുന്ന പുള്ളി. ഓക്കെ, അപ്പോൾ ഈ ഷാജഹാൻ്റെ ലൈവ് അല്ലെങ്കിൽ ഇവരുടെ ലൈവൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ അൻഷിഫ് മൂണിക്കൽ എന്ന് പറയുന്ന ഈ നായി, അവനെ എങ്ങനെ വിളിക്കാൻ പറ്റത്തുള്ളൂ, ഈ നായി എന്നേ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വ്യൂവേഴ്സിനെ വിളിക്കുന്നത് ഈ കാണുന്ന ആൾക്കാരുള്ളത് കൊണ്ടാണല്ലോ ഇവനെപ്പോലെയുള്ളവന്മാരൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇവനെപ്പോലെയുള്ള നായകൾ ഇവരെ വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വിളിക്കുന്നത്, കാണുന്നത് അല്ലെങ്കിൽ അവരെ കാണുന്നൊരു പട്ടിയെ പോലെയാണ്. ഓക്കെ, ഒരു പട്ടിയെ പോലെയാണ് ഇങ്ങനെയുള്ളമാർ കാണുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ മണ്ടന്മാരിങ്ങനെ വെറുതെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഓക്കെ, ഷാജഹാൻ്റെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഷാജഹാനെ ഇങ്ങനെയുള്ളവന്മാരൊക്കെ കളഞ്ഞിട്ട് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു ഇതിലോട്ട് തന്നെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റീച്ചും കിട്ടും, ആൾക്കാരുടെ ഇടയിൽ സപ്പോർട്ടും കിട്ടും. അല്ലാത്ത പക്ഷം ഒരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, ഈ മണ്ടന്മാരെയൊക്കെ എടുത്ത് കളയുക. ഒന്നാമത് ആ നീലത്തവളയെ എടുത്ത് ആദ്യം കളയുക, ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന നീലത്തവളയെ ആദ്യം എടുത്ത് കളയുക. ആദ്യം എടുത്ത് കളഞ്ഞാൽ നിങ്ങൾ പകുതി ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ാണ് എന്റെ ചോദ്യം. അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിന്നോളിയടാ. അൻഷിഫ് മൂണിക്കലിനെ കേൾക്കാൻ ഒരു കാലം ഉണ്ടാവും. അന്ന് അൻഷിഫ് മൂണിക്കല് തിരിച്ചു വരും. മനസ്സിലായോ? ഇന്നെ ഇവിടുന്ന് ഒഴിവാക്കിയാലും അൻഷിഫ് മൂണിക്കൽ ഉണ്ടാവും ഇതിന്റെ പിന്നില്. മനസ്സിലായോ?